കർത്താവ് പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. അവൻ തളർന്നവനെ ബലമുള്ളവനാക്കുന്നു, ദുർബലനെ ശക്തി പകരുന്നു. കർത്താവായ ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കി തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നു. നിന്റെ തെറ്റുകൾ തുടച്ചുമാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല. നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രം മതി. നിന്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു കണ്ണുനീർ തുള്ളി മാത്രം മതി കർത്താവിൻ്റെ മനസ്സലിയാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ. എന്തിനു നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നു? ദൈവത്തിൽ ഭയപ്പെടുന്നവന് വിജയം ഉറപ്പാണ്. മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ചത് സരളഹൃദയനായിട്ടാണ്. പിന്നെ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഉത്തരവാദി അവൻ തന്നെ എന്ന് കർത്താവ് പറയുന്നു. അവൻ്റെ സങ്കീർണങ്ങൾ മുഴുവൻ അവൻ്റെ സൃഷ്ടി മാത്രം. കർത്താവ് വീണ്ടും പറയുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കാതെ പ്രാർത്ഥിക്കാതെ ഓരോ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ വലിയ പങ്കും. എങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, വിശ്വാസം അർപ്പിച്ച്, അവിടുത്തെ ആശ്രയിച്ച്, ബലിഷ്ഠമായ അവിടുത്തെ ഭുജം നമ്മെ താങ്ങുമെന്ന് ഉറപ്പോടെ മുന്നോട്ട് നീങ്ങാം. ആമേൻ.